ഫ്രണ്ട്സ്, അങ്ങനെ എക്സാമൊക്കെ ആയി അല്ലേ? സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ ടിപ്സിനെ പറ്റിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, പവർ ഓഫ് ലാസ്റ്റ് മിനിറ്റ്സ് റിവ്യൂ നോട്ട്സ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡെഫിനിഷൻസ്, കോൺസെപ്റ്റ്സ്, ഫോർമുലാസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിലോ പേപ്പറിലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എഴുതി വയ്ക്കുക. ശേഷം നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ അന്നേ ദിവസം എഴുതി വെച്ച ആ ഒരു സ്റ്റഡി നോട്ട്സ് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ രാവിലെയും നിങ്ങൾ എഴുതി വെച്ച ഒരു സ്റ്റഡി നോട്ട്സ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതെന്നുള്ളത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. നമ്പർ 2, ഗെറ്റ് അപ്പ് ഇയർലി. ഫ്രണ്ട്സ്, നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രാവിലെ നേരത്തെ എണീറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ലഭിക്കും. സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും വളരെ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് രാവിലെ എണീറ്റ് പഠിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 to 7 മണിൻ്റെ ഉള്ളിലെങ്കിലും എണീറ്റ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 3, ഫിക്സ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ഫ്രണ്ട്സ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കാനും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള 2-3 സ്റ്റഡി പാർട്ട്നേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഒരുപാട് പോർഷൻസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കവർ ചെയ്യാനും സാധിക്കും. നമ്പർ 4, അവോയ്ഡ് സ്ട്രെസ്. ഫ്രണ്ട്സ്, ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ എന്നുള്ളത് പൊതുവെ സ്ട്രെസ്ഫുള്ളാണ് അല്ലേ? സോ ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ അനാവശ്യമായിട്ട് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ ഏർപ്പെടാതിരിക്കുക. അതായത് ചില ഫ്രണ്ട്സൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമായിരിക്കും, ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ വളരെ ടഫാണ്, നീ അത് പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എക്സാമിന് മാർക്ക് കുറയും. ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് കൊടുക്കുക. ഓരോ പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യുമ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്പർ 5, ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഓർത്ത് വയ്ക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പല കൂട്ടുകാരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാക്കും. സോ ഇതിലൂടെ അവർ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് നല്ല രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ബ്രെയിന് വളരെ പെട്ടെന്ന് തന്നെ ടയേർഡായിട്ട് മാറും. സോ ഇനി മുതൽ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. സോ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷണാലിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാനും സാധിക്കും. നമ്പർ 6, ഡ്രിങ്ക് വാട്ടർ. ഫ്രണ്ട്സ്, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടും വളരെ ഫ്രഷ് ആയിട്ടും ഫീൽ ചെയ്യും. സോ ഇതിലൂടെ ഒരുപാട് സമയം ടയർഡ്നെസ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു എക്സാം ടൈമിൽ ഈ ഒരു കഫൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചായ, കോഫി തുടങ്ങിയവ കുടിക്കുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് തോന്നുമെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡായിട്ട് മാറും. സോ ഈ ഒരു എക്സാം ടൈമിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു ചായ, കോഫി തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. ഇതെന്നുള്ളത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.